അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിന്റെ മറ്റൊരു പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ശരിക്കും ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, ചുരുക്കി പറഞ്ഞാൽ NEP 2020, ഇത് 2020-ാം ആണ്ടിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമാണത്. ഈ പുതിയ നയം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പഴയ നയങ്ങളുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ നയം രൂപീകരിക്കുകയുണ്ടായി. ഇതുവരെ ഇന്ത്യയിൽ തുടർന്നു വന്നുകൊണ്ടിരുന്ന പല വിദ്യാഭ്യാസ രീതികളും ഇനി മാറുകയാണ് എല്ലാ രംഗങ്ങളിലും. ഉദാഹരണത്തിന് വിദ്യാഭ്യാസത്തിലെ ഇപ്പോൾ നിലനിൽക്കുന്ന 10+2 എന്നുള്ള സമ്പ്രദായം തന്നെ പാടെ മാറുകയാണ്. ഇതുവരെ നഴ്സറി വിദ്യാഭ്യാസം അല്ലെ ഏർലി ലേണിംഗ് സ്കൂൾ ഇതൊന്നും വിദ്യാഭ്യാസത്തിൻ്റെ നിർബന്ധിത ഘടകമായിരുന്നില്ല. എന്നാൽ ഇനി അതും നിർബന്ധിതമാകാൻ പോവാണ്. പുതുതായി വരാൻ പോകുന്ന പാഠ്യപദ്ധതിയിൽ 5+3+3+4 ഇതാണ് നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 5 വർഷക്കാലം ഒരു പ്രീ സ്കൂളിംഗ്, അതിൽ 2 വർഷക്കാലം നഴ്സറി, അതിനു മുമ്പേ 1 വർഷക്കാലം പ്ലേ സ്കൂൾ ഏർലി ലേണിംഗ്, അത് കഴിഞ്ഞ് 1ഉം 2ഉം ക്ലാസ്സുകൾ. ഇതാണ് ഫസ്റ്റ് ഘടകം. ഇത് ഒരു ഗ്രൂപ്പ് 5 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ 3, 4, 5 ക്ലാസ്സുകൾ, അത് അടുത്ത ഗ്രൂപ്പ് 3 വർഷം. അത് കഴിഞ്ഞാൽ വീണ്ടും 3 വർഷം 6, 7, 8 ക്ലാസ്സുകൾ, അങ്ങനെ 3 വർഷം. അപ്പോൾ അതാണ് അപ്പർ പ്രൈമറി ആയിട്ട് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 9, 10, 11, 12 ക്ലാസ്സുകൾ, 4 വർഷം. ആ 4 വർഷമാണ് ഹയർ സെക്കൻഡറിക്ക് ഇക്വൽ. ഇപ്പോൾ ഹയർ സെക്കൻഡറി 11, 12 മാത്രമാണ്. അപ്പോൾ അതൊരു ഹയർ സെക്കൻഡറി പ്രോഗ്രാമായിട്ട് വരും. 9, 10, 11, 12, 4 വർഷം. അപ്പോൾ ഇത്രയും കഴിയുമ്പം 5ഉം 6ഉം 11, 4ഉം 15 വർഷം പഠിക്കണം. അതിൽ ഈ പ്രീ സ്കൂളിൽ ചേരണമെങ്കിൽ തന്നെ 3 വയസ്സ് കഴിഞ്ഞിരിക്കണമെന്ന് നിയമമുണ്ട് പുതിയ നയത്തിൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ 18 വയസ്സ് കഴിയാതെ ഒരു വിദ്യാർത്ഥിക്ക് 12ാം ക്ലാസ് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇന്നത്തെ സമ്പ്രദായത്തിൽ ഈ പ്രീ സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് 5 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേരാൻ കഴിയുന്നതുകൊണ്ട് 17 വയസ്സിൽ 12ാം ക്ലാസ് പൂർത്തിയാക്കാൻ ഇപ്പോൾ കഴിയും. പക്ഷേ അതിന് 1 വർഷം കൂടി കൂടും. 18 വയസ്സിലേ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഈ വർഷം മുതൽ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. കേരള സർക്കാർ അതിനെ തത്വത്തിൽ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പല മാറ്റങ്ങളും കേരളത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അടിസ്ഥാന ബിരുദങ്ങളെല്ലാം തന്നെ 4 വർഷത്തേക്കാക്കുകയാണ്. ഇപ്പോൾ BA കോഴ്സ്, BSc കോഴ്സൊക്കെ 3 വർഷത്തിന് പകരം 4 വർഷത്തിലേക്കാക്കുക. എന്ന് മാത്രമല്ല ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ 5 വർഷമാക്കുകയാണ്. ഉദാഹരണത്തിന് MSc, BSc MScയും കൂടെ ഒന്ന് ചെയ്യുന്ന ഒരാളിന് 5 ഇയർ MSc കോഴ്സ്, BTech MTechും കൂടെ ഒന്ന് ചെയ്യുന്ന ആളിന് 5 ഇയർ MTech കോഴ്സ്. ഇതിപ്പോൾ തന്നെ ചില സർവകലാശാലകളിൽ നിലവിലുണ്ട്, പക്ഷേ അത് വ്യാപകമാക്കുകയാണ്. മറ്റൊന്ന്, ഈ അഫിലിയേറ്റഡ് കോളേജസ് എന്നുള്ള സമ്പ്രദായം അത് ഇന്ത്യയിൽ മാത്രമേ ലോകത്തുള്ളൂ. ഒരു യൂണിവേഴ്സിറ്റി അതിൻ്റെ കീഴിൽ, ഇപ്പോൾ കേരളത്തിലിപ്പോൾ 15 യൂണിവേഴ്സിറ്റി ഉള്ളതിൽ മിക്കതും അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റിയാണ്. 400ഓളം കോളേജുകളുള്ള കോഴിക്കോട് യൂണിവേഴ്സിറ്റിയാണ് മുന്നിൽ. 300 ചില്ലാനും കോളേജുകളുള്ള കേരള യൂണിവേഴ്സിറ്റി, ഏതാണ്ട് അതിനടുത്ത് തന്നെയുള്ള MG യൂണിവേഴ്സിറ്റി, 133 കോളേജുകളുള്ള സാങ്കേതിക APJ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലും അഫിലിയേറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തലാക്കിയിരിക്കുകയാണ്. അത് യൂണിറ്ററി യൂണിവേഴ്സിറ്റിയാക്കി. ആ സമ്പ്രദായം ഇല്ലാതാക്കുകയും പകരം കോളേജുകൾ ഓട്ടോണോമസ് ആക്കുക, അത് യൂണിറ്ററി ആക്കുക. മീൻസ് ഒരു 2000-3000 കുട്ടികളൊക്കെ ഉള്ള ഒരു കോളേജിനെ ഓട്ടോണോമസ് ആക്കുക. ഇനി അങ്ങനെ അത്രയും കുട്ടികളില്ലെങ്കിൽ കോളേജുകളുടെ ഒരു കൺഗ്ലോമറേറ്റ് എന്ന് വെച്ചാൽ ഒരു 5-6 കോളേജിൽ, ഇപ്പോൾ 200-300 കുട്ടികളുള്ള കോളേജുകളാണെങ്കിൽ അതിൽ 8-10 കോളേജുകൾ ചേർന്നുകൊണ്ട് അതൊരു ഗ്രൂപ്പായിട്ടൊരു ഓട്ടോണമസ് സ്ഥാപനമായിട്ട് വരിക. ഇങ്ങനെ ഒരു സമ്പ്രദായത്തിനാണ് പുതിയ നയം രൂപം കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ UGC, AICT, ICAR ഇങ്ങനെ തുടങ്ങിയ നിരവധി നിയന്ത്രണ ഏജൻസികൾ ഇപ്പോഴുണ്ട്. അതിനെയൊക്കെ കൂടി ഏകീകരിക്കാനുള്ള, പ്രത്യേകിച്ചും UGCയും AICTയും കൂടെ ഏകീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എന്നിട്ടൊരു പുതിയ പേരിൽ. ഇനി മറ്റൊന്ന്, ഇതിനോടൊപ്പം തന്നെ അക്രഡിറ്റേഷൻ. ഇപ്പോൾ കോളേജുകളെ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് AICTയുടെയാണ്. അതുപോലെ NAAC, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ പറഞ്ഞ് UGCയുടെ ഒരു അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളും സർക്കാരെല്ലാം ഇങ്ങനെയുള്ള ഏജൻസികളെ
നിയന്ത്രിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഏജൻസി അബട്ട് എന്ന് പറയുന്ന ഏജൻസിയാണ്, ABET. അത് അമേരിക്കയിലുള്ളൊരു സ്വകാര്യ ഏജൻസിയാണ്. അവരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നിലവാരത്തോടുകൂടി കോളേജുകളെ അക്രഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിലൊക്കെ ഒരു ഓട്ടോണോമസ് ഒരൊറ്റ ഏജൻസി മതി എന്നുള്ളൊരു സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലും പ്രാവർത്തികമാക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നം, ഇപ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ ചേരുന്ന കുട്ടികൾ ഇവിടുത്തെ കണക്കിന് പോയാൽ 17 വയസ്സിൽ അവർ 12ാം ക്ലാസ് കഴിയും. പക്ഷേ അവർക്ക് 18 വയസ്സ് കഴിയാതെ യൂണിവേഴ്സിറ്റി ബിരുദത്തിന് ചേരാനുള്ള യോഗ്യത ഇല്ലാതാകും. അപ്പോൾ അതൊരു വലിയ തകരാറായി വരും. ഒരുപക്ഷെ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾ 17 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ഒരു വർഷത്തെ ഒരു സെപ്പറേറ്റ് കോഴ്സ്, ഒരു പ്രിപ്പറേറ്ററി കോഴ്സ് വേണേൽ നടത്തേണ്ടി വരും അവരെ ഡിഗ്രിക്ക് ചേർക്കണമെങ്കിൽ. അങ്ങനൊരു ബുദ്ധിമുട്ടിപ്പോൾ കാണുന്നുണ്ട്. താങ്ക് യു സാർ, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു.